എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും സജ്ജനങ്ങളാവട്ടെ, എല്ലാവരും സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റട്ടെ, സജ്ജന സംസർഗം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെയും ഭഗവാന്റെ ദ്വാദശാസ്ത്ര മന്ത്രത്തെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സദാസമയവും നാവിൽ നാരായണ നാമം വരാൻ നമുക്ക് പറ്റിയ അതിലപ്പുറം ഭാഗ്യം വേറൊന്നുമില്ല അത്ര. അല്ലെങ്കിൽ രാമമന്ത്രമായാലും മതിയെന്ന്. ഹരേ രാമ ഹരേ രാമ അറിയാലോ. അത്രയ്ക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അല്ലെ. ഏത് സമയവും അങ്ങനെ ആവണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പല പല ചിന്തകളിലൂടെ നമ്മുടെ മനസ്സ് കടന്നു പോവുകയെ. ഇനിയുള്ള മാസം ചൂട് കാലാണല്ലേ. നഗരം, കുംഭം, മീനം മാസങ്ങളൊക്കെ ഇങ്ങനെ പൂരത്തിന്റെയും വേലകളുടെയും അല്ലേ. പാലക്കാട് ജില്ലയിലൊക്കെ ഇനി വേല, പൂരം, കൊടിയേറെ. നമ്മുടെ ചിരാങ്കുളങ്ങര അമ്പലത്തിലെ കൊടിയേറ്റം കഴിഞ്ഞു. ഇനി വിഷുവേല ഗംഭീരമാണ്. അങ്ങനെ ഓരോരോ പരിപാടികളായി ഞാൻ എടുക്കുന്ന ആധ്യാത്മിക ക്ലാസ് എടുക്കുന്ന ചിരാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ 7 ദിവസം കഥകളി, ഓട്ടൻതുള്ളല്, അങ്ങനെയുള്ള നല്ല ക്ഷേത്ര കലകളോടുകൂടി പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വിഷുവേല ഗംഭീരമാണ് ഭഗവതി ചിരാങ്കുളങ്ങര ഭഗവതിയുടെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ? ആറാട്ടുപുഴ പൂരമാണെന്ന്. അതുപോലെ കരിക്കകം ചാമുണ്ടേശ്വരി ഭഗവതിയുടെ പൊങ്കാലയുമാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഗീത വരിക, ഗീത പറയാൻ പറ്റുക അല്ലേ. അതൊക്കെ വലിയ അനുഗ്രഹ. ഇതിനു മുമ്പ് നമുക്കൊരു മീനഭരണി കഴിഞ്ഞു പോയി. കുംഭമാസത്തിലെ ഭരണി മുതൽ മീനമാസത്തിലെ ഭരണി വരെ കൊടുങ്ങല്ലൂർ കാവിലെ അമ്മയുടെ ഉത്സവം ഗംഭീരമായി നടന്നു. കുറേ അധികം വെളിച്ചപ്പാടുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. അവരൊക്കെ അങ്ങനെ വ്രതം എടുത്ത് കൊടുങ്ങല്ലൂർ പോവാനായിട്ട് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോ വീണ്ടും എന്തായി? ശബരിമല കൊടിയേറ്റം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അന്നായിരുന്നു നമ്മുടെ ഗീത. ഇന്ന് ആറാട്ടുപുഴ പൂരം, ആറാട്ടുപുഴ ശാസ്താവും അതുപോലെ തന്നെ കരിക്കകം ചാമുണ്ടേശ്വരി ദേവിയുടെ പൊങ്കാലയുമാണ്. ഇതല്ല ദിവസങ്ങളിലെല്ലാം ഗീത പറയാൻ പറ്റാന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒരു ഭാഗ്യം നമുക്ക് എന്താണുള്ളത്. അപ്പൊ എല്ലാവർക്കും ആറാട്ടുപുഴ പൂരം ആശംസകൾ പറയുന്നു. കരിക്കകം ചാമുണ്ടേശ്വരി ദേവിയുടെ അവിടെ ആരൊക്കെയാണ് പൊങ്കാലിടാൻ പോകുന്നത് ഒക്കെ കമന്റിലേക്ക് വരട്ടെ കേട്ടോ. കമന്റ് ഇടൂ. ഞങ്ങളൊക്കെ ആരൊക്കെ പൊങ്കാലി ഇട്ടു എന്നൊക്കെ ഗീത പറഞ്ഞു നോക്കിക്കൊണ്ട് പറയൂ. കമന്റ്സിൽ ഇടൂ ആരൊക്കെയാണ് ആ ഭാഗത്തുള്ളവരെന്ന് വെച്ചാല്. അപ്പൊ നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവത്ഗീത 3-ാം അധ്യായമായ കർമ്മയോഗത്തിലെ 36-ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഭഗവാൻ പറഞ്ഞു അർജുനനോട്, അർജുന, സ്വധർമ്മം ഉപേക്ഷിച്ച് പരധർമ്മം, മറ്റുള്ള ധർമ്മത്തിലേക്ക് ആകൃഷ്ടരായി പോയാൽ അത് ശ്രേഷ്ഠമല്ല. സ്വന്തം ധർമ്മം അനുസരിച്ച് മരിക്കുന്നതാണ് ശ്രേയസ്കരം. പരധർമ്മമാകട്ടെ ഭയത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് 35-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ നിർത്തിയത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അർജുനൻ ഒന്ന് പതുക്കെ അർജുന ഉവാച 36-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയാണ് കേട്ടോ. അധതേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. അർജുനൻ കുറെ കേട്ടപ്പോ ഒന്ന് വായ തുറന്നു. എന്താ അർജുനൻ പറയുന്നത്? ഹേ വൃഷ്ണി വംശജനായ കൃഷ്ണ, വൃഷ്ണി കുലത്തിന്റെ, യാദവ കുലത്തിലല്ലേ, യാദവനായ അല്ലെ വൃഷ്ണി വംശത്തിൽ പിറന്ന കൃഷ്ണ, അതാണ് അധകേനപി യുക്തോയം പാപം ചരതി പുരുഷ. ആരുടെ പ്രേരണ നിമിത്തമാണ് ബലാത്കരമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ജനിച്ചു വീഴുന്നു, നമ്മൾ ജനിച്ചു വരുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഓരോരോ പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നു. അർജുനനൊരു സംശയം ഭഗവാനോട് ചോദിക്കുകയാണ്. ഭഗവാനെ, കൃഷ്ണ, വിഷ്ണുവംശജനായ കൃഷ്ണ, അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. ഒന്ന് പറഞ്ഞു തന്നാലും ഭഗവാനെ, ആരുടെ പ്രേരണ നിമിത്തമാണ് ബലാത്കരമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത്? അതെന്താ അതിന്റെ അർത്ഥം? ബലാത്കരമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ പാപം ചെയ്യുന്നവർ എന്താ അർത്ഥം? ഒരു കർമ്മം ദുഷിച്ചതാണെങ്കിൽ അതറിയാം നമുക്ക്. ആ ദുഷ്കർമ്മമാണെങ്കിലും നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോവുക.
അതായത് നമ്മളെ കൂടെ ചുറ്റും കൂടി ഇരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടെ തന്നെ നമുക്ക് പോവാം. ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും സജ്ജന സംസ്കാരം അവിടെയാണ് ഭഗവാൻ നമുക്ക് തരിക. സംസർഗ ഗുണം സർവഗുണം എന്ന് പറയും നമ്മള്. എന്താണ്? നല്ല ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകാട്ട് നമുക്ക് ഗുണങ്ങളെ തരൂ. ദുർജനങ്ങൾ ഇതിന്റെ ഇടയിൽ ഒന്നോ രണ്ടോ കീടങ്ങൾ നമ്മുടെ ശരീര ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ പോവുകയും ചെയ്യും. എത്രയോ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, എന്ത് പ്രേരണ, ആരുടെ പ്രേരണ നിമിത്തമാണ് ബലാത്കരമായി നിയോഗിക്കപ്പെട്ടവനെ പോലെ മനുഷ്യൻ പാപകർമ്മം ചെയ്യുന്നത് എന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ വാച കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. 37ാമത്തെ ശ്ലോകത്തിലെ അർജുനൻ ചോദിച്ചു, 36ാമത്തെ ശ്ലോകത്തിൽ ആരുടെ പാപം നിമിത്തമാണ് ഇങ്ങനെ ചെയ്യുന്ന കർമ്മ, ആരുടെ പ്രേരണ മൂലമാണ് മനുഷ്യൻ പാപകർമ്മത്തിലേക്ക് പോകുന്നു ചോദിച്ചപ്പോ ഭഗവാൻ 37ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കാമ ഏഷ ക്രോധ ഏഷ. ഇത് രജോ ഗുണത്തിൽ നിന്ന് ജനിച്ചതും ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം മൂലമാണ് അർജുന. അതാണ് 3 തരം ഗുണങ്ങൾ നമ്മൾ പറയും: സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. ഇതിൽ രജോ ഗുണത്തിൽ ജനിച്ചതും ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം തന്നെ. ഈ കാമം കൊണ്ടാണ് മനുഷ്യർ വീണ്ടും വീണ്ടും ചെയ്യാൻ പാടില്ലാത്ത അതിലേക്ക് ഇങ്ങനെ പോകുന്നത്. ഏത് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരായാലും ഈ കർമ്മം എന്താണ്? ഈ കാമം മൂലം ഒരിക്കലും തൃപ്തിപ്പെടാത്തതും. എന്തൊക്കെ ചെയ്താലും മനുഷ്യൻ തൃപ്തിയില്ല. അതാണ് ഒരു കവി പാടിയില്ലേ, 10 കിട്ടിയാൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടായാലും. കേട്ടിട്ടില്ലേ നമ്മള്? എത്ര കിട്ടിയാലും ആൾക്കാർക്ക് പോരാ, ഇനിയും പറഞ്ഞിങ്ങനെ ഓടുകയാണ് അവര്. എന്റെ അഭിപ്രായത്തില്, എന്റെ ഇതുവരെയുള്ള ഈ പ്രായത്തിനിടയിലെ അനുഭവത്തില് ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് ഭഗവാനെ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ രീതിയിൽ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. എന്റെ മക്കളൊക്കെ ഓരോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ അപ്പ വിളിക്കും, അമ്മയെ പ്രാർത്ഥിക്കൂ. അപ്പൊ ഞാൻ പറയും, എന്റെ പ്രാർത്ഥന മുഴുവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലേ. പിന്നെ ഞാൻ ഒരു പ്രാർത്ഥന എന്നും ചൊല്ലൂട്ടോ: ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഭഗവാൻ എനിക്കത് ഒരു അനുഗ്രഹം എന്നും പാടും ഞാൻ. എന്താണ്? എല്ലാവരും സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമുള്ളവരാകട്ടെ. സർവേ സന്തു നിരാമയാഃ, എല്ലാവരും രോഗമില്ലാത്തവരായിട്ട് ആരോഗ്യമുള്ളവരാവട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും ഭദ്രം മംഗളം ഉണ്ടാവട്ടെ എല്ലാവർക്കും. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, ആർക്കും ദുഃഖം ഉണ്ടാവരുത് ഭഗവാനെ. ആ ഒരു സർവ ലോകങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ, അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ സ്വന്തം കാര്യം ചിന്താബ. ഇപ്പൊക്കെ അങ്ങനെയല്ലേ അല്ലെ? എന്റെ മക്കള്, എന്റെ കുടുംബം, എന്റെ ഭർത്താവ് അല്ലെ, അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, ഭർത്താവിന്റെ വീട്ടുകാര് വേണ്ട അല്ലെ, ആരും വേണ്ട. അന്ന് കുടുംബ വ്യവസ്ഥയിലേക്ക് എന്ന് ചുരുങ്ങിപ്പോയോ അന്ന് തൊട്ട് വീടുകളിലെ കുട്ടികൾ നശിക്കാൻ തുടങ്ങി. എന്താ കാരണം? മുത്തച്ഛനോ മുത്തശ്ശിയും അവരുടെ അനുഭവ സമ്പത്ത് പറഞ്ഞു കൊടുക്കാൻ ആ വീട്ടിലില്ല. അമ്മൂമ്മമാരെയും മുത്തച്ഛന്മാരെയൊക്കെ വൃദ്ധസദനങ്ങളിലാണ്. ഇപ്പൊ വൃദ്ധസദനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. വലിയ വലിയ വീടുകൾ, വീടുകളിലൊന്നും പാർക്കാനായിട്ട് ഒരു അമ്മയോ ഒരു അമ്മൂമ്മയോ ഒരു മുത്തച്ഛനോ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോ ആ വീടിനെ അടച്ചു പൂട്ടിയിട്ട് അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല പറഞ്ഞിട്ട് അവരെ കൊണ്ട് വലിയ വലിയ മക്കള് അമേരിക്കയും കാനഡയും ജപ്പാനൊക്കെ ഉള്ളവർ കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലാക്കുന്നതും കൂടി നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. കലിയുഗത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇതിലും അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാനെ മുറുക്കെ പിടിക്കൂ, ഭഗവാന്റെ നാമങ്ങൾ ചെല്ലൂ, ഭഗവാന്റെ കഥകൾ പറയൂ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും മനുഷ്യർക്കത് മനസ്സിലാവണില്ല. ഒന്നിനും സമയമില്ലാതെ ഓടുന്ന മനുഷ്യർ, ഒന്നിനും സമയമില്ല അവർക്ക്. പക്ഷെ നിങ്ങൾക്ക് ഉണ്ണാൻ, ഉറങ്ങാൻ, വിശ്രമിക്കാൻ, സിനിമ കാണാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടൂറ് പോവാൻ എല്ലാത്തിനും സമയമുണ്ട്. ഭഗവാന്റെ നാമം ചൊല്ലാൻ സമയമില്ല. അത് എവിടെ തന്നെയായ? അപ്പോ അതിനും ഒരു സമയം കണ്ടെത്തണം. ഒരു ശിശു അമ്മയുടെ വയറ്റിൽ രൂപപ്പെടുന്ന നിമിഷം മുതൽ അമ്മ വളരെ
ഭക്തിപൂർവം നാമജപങ്ങളിലും ഭാഗവത സപ്താഹങ്ങളിലും നാരായണീയ പാരായണത്തിലും മുഴുകി ഭഗവത് കഥകൾ പറഞ്ഞും ശ്രവിച്ചും ഇരുന്നാൽ ആ കുട്ടി ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോ തന്നെ എല്ലാം കേട്ടു പഠിക്കും. അതാണല്ലേ നമ്മുടെ പ്രഹ്ലാദന്റെ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയില്ലേ. കയാതുവായ ഹിരണ്യകശിപുവിന്റെ ഭാര്യയായ കയാതുവിൽ ഹിരണ്യകശിപുവിനുണ്ടായ പ്രഹ്ലാദൻ എന്താണ് ഉണ്ടായത്? ഹിരണ്യകശിപു പറഞ്ഞു ആരും നാരായണ നാമം ചൊല്ലാൻ പാടില്ല, ഓം ഹിരണ്യകശിപായ നമ എന്ന് പറയാൻ പറഞ്ഞു. ആ കുട്ടി എങ്ങനെയാണ് നാരദനുമായുള്ള സത്സംഗത്തിലാണ് കയാതുവിന് കഥകൾ പറഞ്ഞു കൊടുത്തു നാരദൻ. ഗർഭസ്ഥ ശിശുവായ പ്രഹ്ലാദൻ അതെല്ലാം കേട്ടുപഠിച്ച് നാരായണ ഭക്തനായി മാറി. ആലോചിച്ച് നോക്കൂ. ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന നമ്മൾ ഇനിയുള്ള കാലം നമ്മളത് ചെയ്യണം. നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലോ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലോ ആരെങ്കിലും ഗർഭിണികളാണെങ്കിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കൂ, കേൾക്കൂ, സജ്ജന സംസർഗം കേൾക്കൂ, സത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ നല്ലവരായി വരും. യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഭഗവാനോട് ചോദിച്ചപ്പോ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, രജോ ഗുണത്തിൽ ജനിച്ചതും ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതുമായ കാമം കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടാത്ത ആരും അതും മഹാപാപകരവുമായ ഈ കാമം ജ്ഞാനമാർഗത്തിലെ ശത്രുവാണെന്ന് നീ അറിഞ്ഞാലും. അർജുനൻ ചോദിച്ചു, ആരുടെ പ്രേരണ നിമിത്തമാണ് പാപം ചെയ്യണേന്ന്? എന്താണ്? ഓരോ ഗുണം, രജോ ഗുണം നിമിത്തം, കാമം മൂലം, ഈ ഓരോ കാര്യങ്ങളോടുള്ള ഇഷ്ടം മൂലം എന്താണ് മഹാപാപകരമായ ജ്ഞാനമാർഗത്തിലെ ശത്രുവാണെന്ന് നീ അറിഞ്ഞാലും അർജുന എന്ന് ഭഗവാൻ 37ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 38ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറയാണ്, അർജുനന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നി ഭഗവാൻ. അപ്പൊ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം, വിവരിച്ചു കൊടുക്കാം. ധൂമേനാവ്രിയദേവാഗ്നിഃ യഥാദർശോ മലേന ച യഥോൽബേനാവൃതോ ഗർഭഃ തഥാ തേന ദമാവൃതം. നോക്കൂ, ഞാൻ പറഞ്ഞു തന്നെ തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. എന്താ പറയുന്നത്? അഗ്നി ധൂമേന വ്രിയതേ വഗ്നി. വഗ്നി പറഞ്ഞ തീയ. അഗ്നി പുകയാലും, അഗ്നി നമ്മൾ കത്തിക്കുമ്പോ പുക പോകില്ലേ, ആ പുകയാലും യഥാദർശോ മലേനച്ച കണ്ണാടി, ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ഈ സ്പെക്സ്, നമ്മൾ നോക്കുന്ന കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി അഴുക്കുകൊണ്ടും, കണ്ണാടിയിൽ അഴുക്ക് വന്നാൽ നമുക്ക് കാണില്ലല്ലോ നമ്മുടെ മുഖം, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? തുടച്ചു വൃത്തിയാക്കും ഇല്ലേ? അതാ പറയുന്നത്. അഗ്നി ധൂമേനാവ്രിയദേവഗ്നി യഥാദർശോ മലേനച്ച യഥോൽബേനാവൃതോ ഗർഭഃ തഥാ തേന തമാവൃതം. എന്താണ്? ഗർഭസ്ഥ ശിശു, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം കൊണ്ടും, ഒരു ചർമ്മത്തിൽ മൂടിപ്പെട്ടിരിക്കുമല്ലോ, എന്നിട്ടാണല്ലോ അതിന്റെ ഉള്ളിലാണല്ലോ കിടക്കുക, എന്നിട്ടാണല്ലോ 10 മാസം കഴിയുമ്പോൾ പുറത്തേക്ക് വരിക അല്ലേ? ആ ചർമ്മം കൊണ്ട് മൂടിയിരിക്കപ്പെട്ടതുമായ പോലെ. അപ്പൊ ആ ശിശു പുറത്ത് വന്നാലേ ജീവൻ വരുള്ളൂ. അതുവരെ അത് അമ്മയുടെ പൊക്കൽക്കൊടി വീഴാനും കഴിക്കുക, അതുവരെ അതിന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. അതുപോലെ കണ്ണാടിയിൽ എന്താ ചെളി നിറഞ്ഞാല് ആ കണ്ണാടിക്ക് വല്ലതൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? അതുപോലെ അഗ്നിയിൽ പുക നിറഞ്ഞാല് അതാ പറയുന്നത്, അഗ്നി പുകയാലും കണ്ണാടി അഴുക്കുകൊണ്ടും ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം കൊണ്ടും മൂടപ്പെട്ടതും പോലെയാണ് അർജുന ജ്ഞാനം ആ കാമം കൊണ്ട് മറയ്ക്കുന്നത്. കണ്ടോ എത്ര നന്നായി ഭഗവാൻ 38ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ആ കാമത്തെ അങ്ങോട്ട് മറയ്ക്കാണ്, പിന്നെ നമുക്ക് അതിലേക്ക് ചിന്തിക്കാൻ, അതാ പറയുന്നത്. അപ്പോ അതുകൊണ്ട് നീ എന്ത് വേണം? ആ 39ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതിന് തുടർച്ചയായിട്ട് പറഞ്ഞു കൊടുത്തു. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ നലേന ച. എന്താ പറയുന്നത്? ഹേ കുന്തിപുത്ര. ആരാണ് കുന്തിപുത്രൻ? അർജുനൻ. അർജുനന്റെ അമ്മയുടെ പേരാണ് കുന്തി. കുന്തി ദേവിയുടെ 5 മക്കളാണ് പഞ്ചപാണ്ഡവ. അപ്പോ ഹേ കുന്തിപുത്ര, ജ്ഞാനിക്ക്, ജ്ഞാനി പറഞ്ഞ അറിവുള്ളവൻ, നിത്യശത്രുവും തൃപ്തിപ്പെടാനാവാത്തതും, അതാണ് ജ്ഞാനിനോ നിത്യവൈരിണോ, ജ്ഞാനിയുടെ നിത്യശത്രു, വൈരി എന്ന് പറഞ്ഞ ശത്രു, കാമരൂപേണ ആവൃതം ജ്ഞാനമേതേന അഗ്നി പോലെയുള്ളതും കാമരൂപവുമായ ഇതിനെ കൊണ്ട് ജ്ഞാനം മറക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ ജ്ഞാനത്തെ ചെറിയ നല്ല രൂപത്തിൽ മിനുക്കിയെടുക്കണം.
അജ്ഞാനം മറക്കപ്പെടുന്നത് കൊണ്ടാണ് അർജുനൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഭഗവാൻ വരുന്നത്. അതുകൊണ്ടാണ് വീണ്ടും പാപകർമ്മത്തിലേക്ക് മനുഷ്യൻ പോകുന്നത്. ആ കാമത്തെ എങ്ങനെയാണ് മറക്കപ്പെട്ടിട്ട്, അഗ്നി പുക കൊണ്ട് മറക്കപ്പെട്ടതുപോലെ, കണ്ണാടി അഴുക്കുകൊണ്ട് മറക്കപ്പെട്ടതുപോലെ, ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിലൊരു ആവരണം കൊണ്ട് മൂടപ്പെട്ടതുപോലെയാണ് അർജുന ജ്ഞാനിക്ക് നിത്യശത്രുവും തൃപ്തിപ്പെടാനാവാത്തതും അഗ്നി പോലെയുള്ളതും കാമരൂപവുമായി ഇതിനെ കൊണ്ട് ജ്ഞാനം മറക്കപ്പെട്ടു. ജ്ഞാനമുള്ളവർ പോവോ? കർമ്മ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ അറിവ് നല്ല വഴിക്ക് പോകണമെങ്കിൽ, അതാണ് ഞാൻ നിങ്ങളോട് പറയാറ്, പഠിപ്പ് കൊണ്ട് മാത്രം നമ്മൾ എവിടെ എത്തില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മളൊക്കെ പറയും. എല്ലാ ധനങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വലിയ ധനം വിദ്യ തന്നെയാണ്, അറിവ്. പക്ഷെ അറിവ് മാത്രം പോരാ, നമുക്ക് ഈ ജ്ഞാനത്തിൽ കൂടെ നല്ല മാർഗത്തിലൂടെ പോവാനുള്ള ഒരു ആത്മീയത കൂടി ഇതിനൊപ്പം വേണം. പഠിപ്പ് മാത്രമുണ്ട്. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. പരിശ്രമിക്കണം, അല്ലാതെ വെറുതെ ഭഗവാനെ നാമോച്ചരിച്ചാലൊന്നും നമുക്ക് നടക്കില്ല. ഒപ്പം പരിശ്രമിക്കണം. പക്ഷെ പരിശ്രമം കൊണ്ട് മാത്രം അങ്ങോട്ട് മഹാനാവൊന്നുമില്ല, മഹതിയാവില്ല. പരിശ്രമത്തിനൊപ്പം ഭഗവാന്റെ ആ നാമം ആ ഭഗവാൻ ചെയ്യുന്നതാണ്, ഈ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, എന്റെ കർമ്മ കൂടെ ഭഗവാൻ വേണം എന്ന് പറഞ്ഞ ഒരു പ്രവർത്തിയിൽ ഏർപ്പെട്ട് നോക്കൂ, വളരെ നല്ല ഫലം നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ ചൊവ്വാഴ്ചയാണ് ആധ്യാത്മിക ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആധ്യാത്മിക ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഭഗവാന്റെ വില്വപത്രത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്താണ് വില്വപത്രം? കൂവളം. ആ കൂവളത്തിന്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. മഹാലക്ഷ്മി, മഹാവിഷ്ണുവിന്റെ മനസ്സിൽ മഹാലക്ഷ്മിക്ക് സ്ഥാനമില്ലാതെ ഇപ്പൊ മഹാലക്ഷ്മിക്ക് ഒരു സമാധാനക്കുറവ്. എന്താണ്? ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയ്ക്കല്ലേ സ്ഥാനം വേണ്ടത്. അപ്പൊ മഹാവിഷ്ണുവിനോടൊക്കെ വളരെ ക്ഷേത്രത്തിൽ പറഞ്ഞു, ലക്ഷ്മി എന്താ പ്രഭോ അങ്ങയുടെ മനസ്സിൽ എന്നെയല്ല. അപ്പൊ പറഞ്ഞു, ദേവി ക്ഷമിക്കണം, എന്റെ മനസ്സിൽ ആരാണുള്ളത്? ശ്രീ പരമേശ്വരൻ കുടികൊണ്ടിരിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാതെ എങ്ങനെ ഞാൻ ഭഗവതിയെ കയറ്റിയിരുത്തും ചോദിച്ചു. ദേവി പരമേശ്വരനെ തന്നെ പ്രാർത്ഥിച്ചോളും, എന്തെങ്കിലും ഫലം തരാതിരിക്കില്ല. ദേവി വിട്ടുകൊടുത്തില്ല. ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയ്ക്കല്ലാണ്ട് പിന്നെ അർക്കസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ദേവി തപസ് ചെയ്യാൻ ശിവപരമേശ്വരൻ ഉണ്ടോ? വരുന്നു. കാരണം ഭഗവാനും ഇഷ്ടമില്ല വിഷ്ണുവിന്റെ മനസ്സിൽ നിന്ന് പോവാൻ. അപ്പൊ ദേവി 4 തൃക്കൈകളോടുകൂടിയ മഹാലക്ഷ്മി ഓരോ കൈകളായിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് ഹോമിക്കാൻ തുടങ്ങി. 3 കൈകളും ഹോമിച്ചു, ഭഗവാൻ പ്രത്യക്ഷനാവുന്നില്ല. ദേവി സ്വയമേ തന്നെ എടുത്ത് ചാടാൻ നോക്കി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശ്രീ പരമേശ്വരൻ, അരുത് ദേവി, ഞാൻ ഇറങ്ങിപ്പൊക്കോളാം. ആരുടെ? വൈകുണ്ഠവാസിയായ മഹാവിഷ്ണുവിന്റെ മനസ്സിൽ നിന്ന്. അപ്പോ ആ 3 കൈകളും ഹോമിച്ചു. ആ സമയത്ത് ഭഗവാൻ ആ ഹോമകുണ്ഡത്തിൽ നിന്നൊരു വൃക്ഷം പൊട്ടി വന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിലും മറ്റുള്ള പുരാണങ്ങളിലും ശിവപുരാണത്തിലൊക്കെ പറയണത്, ദേവി മഹാത്മ്യത്തിലൊക്കെ പറയുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ ഇലകള് 3, അതുകൊണ്ടാണ് കൂവളത്തിന്റെ ഇലകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? സാധാ ഇലകൾ പോലെയല്ല, 2 ഇല എങ്ങനെ നിൽക്കും, ഓരോ ഇല എങ്ങനെ നിൽക്കും. ഭഗവാന്റെ 3 തൃക്കണ്ണാണെന്ന് പറയുന്നു, ദേവിയുടെ 3 കൈകളാണെന്ന് പറയുന്നു. ആയിക്കോട്ടെ, പക്ഷെ ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുത്തു, ദേവിയും അനുഗ്രഹിച്ചു. എന്താണ്? ആര് കൂവളം കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു, മാല ചാർത്തുന്നു, ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ആ കൂവളം മാല സമർപ്പിക്കുന്നവർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഒപ്പം ഭഗവാൻ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പ്രാർത്ഥിച്ചു. നോക്കൂ, അപ്പൊ ഈ കൂവളത്തിന്റെ കാര്യം ഞാനിപ്പോ പറയാൻ വന്നത് ഈ ഒരു കാര്യമാണ്. എന്താണ്? ഹേ കുന്തിപുത്ര, ജ്ഞാനിക്ക് നിത്യശത്രുവും തൃപ്തിപ്പെടാനാവാത്തതും അഗ്നി പോലെയുള്ളതും കാമരൂപവുമായി ഇതിനെ കൊണ്ട് ജ്ഞാനം മറക്കപ്പെട്ടതും 39ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ? എന്താണ്? ഈ കൂവളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ വന്നിരുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞു, അവരുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ കുടുംബാണത്രേ. അവര് വർഷങ്ങളായിട്ടൊരു വലിയ വളപ്പ് വാങ്ങിയപ്പോ അവിടെ ഒരു കൂവളം ഉണ്ടായിരുന്നു. അവർ ആ കൂവളത്തെ വെട്ടി നശിപ്പിച്ചില്ല അത്രേ. അപ്പൊ ഈ അയാളുടെ അവിടുത്തെ ആ വയസ്സായ അവരുടെ മകൻ എന്നും ഈ കൂവളം നനയ്ക്കും. അപ്പൊ ഇവർക്ക് അത്ഭുതമായി. കാരണം ക്രിസ്ത്യൻസും മറ്റു മതങ്ങൾക്ക് കൂവളമൊക്കെ നനച്ച് വളർത്തുക എന്ന് പറയുമ്പോ അപ്പൊ ഇവരിങ്ങനെ ചോദിച്ചു, ഇത്രേ നിങ്ങൾ ഈ കൂവളത്തിന്? അയ്യോ, ഞാൻ ഈ കൂവളം എന്ന് നനച്ച് വളർത്താൻ തുടങ്ങിയോ അന്ന് മുതലാണ് എന്റെ ബിസിനസ് വർദ്ധിച്ച്, എനിക്ക് അതുവരെ ഭയങ്കര നഷ്ടത്തിലാണ് ഞാൻ ഓടിയിരുന്നത്. അന്യമത വിശ്വാസിയായ, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന അവരത് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ ആ കുട്ടി എന്നോട് പറയാ, ടീച്ചറെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ കുടുംബാണ്. അപ്പൊ അവര് ആ മകൻ
ഭയങ്കര ഒരു ബിസിനസ്സുകാരനാത്ര. എന്ന് ഞാൻ ഈ കൂവളം നനച്ച് എല്ലാ ദിവസവും അയാൾ നനയ്ക്കും, അയാളുടെ കൈ കൊണ്ട് തന്നെ നനയ്ക്കും. എന്ന് നനച്ച് ആ കൂവളം നല്ല ഭംഗി ആയിട്ട് ഫലഭൂയിഷ്ടമായി വർദ്ധിച്ച് നല്ല ഇലകളൊക്കെ ആയിട്ട് പൂത്തു നിൽക്കുന്നു. അന്ന് മുതൽ അയാൾക്കൊരു വിശ്വാസം, ഞാൻ ഈ കൂവളത്തെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞത്. നോക്കൂ, നമ്മുടെ ആൾക്കാർക്കാണ് വിശ്വാസം ഇല്ലാത്ത. അനുഭവം കൊണ്ട് നമ്മൾ അറിയൂ ഓരോന്ന്. അപ്പൊ കൂവളം, നെല്ലിമരം, പാരിജാതം, പിന്നെന്താണ് നമ്മൾ പറയും പവിഴമല്ലി. പവിഴമല്ലിത്തറയിൽ എന്താ, ആരാണ് സ്ഥാനം? പവിഴമല്ലിയുടെ മൂലം, വേരിൽ ആരുണ്ട്? ചിരഞ്ജീവിയായ ഹനുമൽ സാന്നിധ്യമുണ്ട് പവിഴമല്ലിയിൽ. പവിഴമല്ലിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? 5 വെള്ള, അതിലൊരു ചുവന്ന ഒരു കളർ പവിഴമല്ലി നട്ട്. ആ ചുവപ്പ് എന്താണ്? കുങ്കുമം മുഴുവൻ മേലണിഞ്ഞ ഹനുമാൻ സ്വാമിയാണ് അത്ര പ്രതിനിധീകരിക്കുന്നത്. മറ്റത് കൃഷ്ണനാണത്ര, മഹാവിഷ്ണു. കൃഷ്ണൻ പറഞ്ഞ മഹാവിഷ്ണു ആണത്ര. അങ്ങനെയാണ് അത്ര സാന്നിധ്യം. അപ്പൊ വീടുകളിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ചെടികളൊക്കെ വളർത്തണം. നോക്കൂ, ആ ചെടികളുടെ ഭാഗ്യം നോക്കൂ. എല്ലാ ചെടികൾക്കും ഇങ്ങനെയുണ്ടോ? കൂവളത്തിന്റെ പ്രാധാന്യം വേറെ വല്ലതിനും ഉണ്ടോ? അപ്പൊ കൂവളം, അതാണ് പറയാ, നമ്മൾ പണ്ട് പറയൂലേ, എന്താണ്? നാരകം, നട്ടടം, കൂവളം, കെട്ടടം, അല്ലേ? നാരി ഭരിച്ചിടം എന്നൊക്കെ പറയും പണ്ടുള്ളവർ. എന്താണ്? അവിടെയൊക്കെ എന്താ പറയാ, നശിച്ചു പോകത്ര. കൂവളം കെട്ടടം, കേടാൻ പാടില്ല. കൂവളം ഉണങ്ങി പോവാൻ പാടില്ല. അഥവാ കൂവളം നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിപോഷിച്ച്, കൂവളം നശിക്കരുത് കേട്ടോ. നശിച്ചു പോയാൽ പിന്നെ അവിടെ പാപം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോ നാരകം നമ്മൾ നടാൻ പാടില്ല അത്രേ. നാരകം നമ്മൾ നട്ട് വളർത്തരുത് അത്ര. വേറൊരു തരത്തിൽ ഇങ്ങനെ തന്നെ ഉണ്ടായാൽ കുഴപ്പമില്ല, നമ്മളിങ്ങനെ നട്ട് വളർത്താൻ പാടില്ല അത്ര. അങ്ങനെയൊക്കെ പറയണു കേട്ടോ. പണ്ടുള്ളവര് പറയണതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അപ്പൊ ഈ കൂവളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ എന്തൊക്കെ വന്നു. അതാ ഈ 39ാമത്തെ ശ്ലോകത്തിലാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്ന കേട്ടോ. ആലോചിച്ച് നോക്കുക, കൂവള മഹാത്മ്യം അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഈ കൂവള മഹാത്മ്യത്തോട് കൂടിയിട്ട് 40ാമത്തെ ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്താണ്. നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് വരാം. എന്താ 40ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഈ കാമത്തിന്റെ ഇരിപ്പിടമെന്ന് പറയപ്പെടുന്നു. ഈ കാമം ജ്ഞാനത്തെ മറച്ചിട്ട് ജീവനെ മോഹിപ്പിക്കുന്നു. ജ്ഞാനം ഉള്ളിലുണ്ട്, പക്ഷെ ഈ ജ്ഞാനത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനാവാത്തത് എന്തുകൊണ്ടാണ്? ഇന്ദ്രിയാണി മനോബുദ്ധി. എന്താണ്? മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങള്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഈ കാമത്തിന്റെ ഇരിപ്പിടം. അപ്പൊ പിന്നെ എങ്ങനെ പറ്റുക? അപ്പൊ ഇന്ദ്രിയത്തിൽ നമ്മൾ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ഒരു കഴിവ് വേണം അർജുന നിനക്ക്. അതുപോലെ തന്നെയാണ് നമ്മളോടും പറയുന്നത്. നമ്മളും ഇതിന്റെ പിന്നാലെ പോവരുത്. ശരിയേത് തെറ്റേതെന്ന് അറിയാനുള്ള ഒരു വിവേചന ബുദ്ധി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിക്കണം. നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന കുട്ടികളെ പഠിപ്പിക്കണം, വലിയവരും പഠിക്കണം. അതുകൊണ്ടാണ് പാശ്ചാത്യര് നമ്മുടെ സംസ്കാരത്തെ പിന്തുടർന്ന് അവരിപ്പോ ഡീസന്റ് ആയി. ഇപ്പോ റഷ്യ, അവിടെയുള്ളവരൊക്കെ, ലണ്ടൻ, അവരൊക്കെ എന്തുമാത്രം ഇസ്കോണിന്റെ വലിയ ഡിവോട്ടീസ് ആയി അവരൊക്കെ. അപ്പോ നമുക്കാണ് ഒന്നും അറിയാത്തതും അറിവില്ലാത്തതും. അപ്പൊ ഭഗവാൻ 40ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തു, ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഈ കാമത്തിന്റെ ഇരിപ്പിടമെന്ന് നീ അറിഞ്ഞോളൂ. ഈ കാമജ്ഞാനത്തെ മറയ്ക്കണം. ഈ കാമത്തിന്റെ പിന്നാലെ പോകുമ്പോ ജ്ഞാനം അങ്ങോട്ട് മറയും. പോട്ടെ, നമുക്ക് ഇപ്പോഴത്തെ സുഖം മതി എന്ന് പറഞ്ഞിട്ടുള്ള ആ മറയ്ക്കപ്പെടുന്നു. ആ ജ്ഞാനത്തെ മറച്ചിട്ടിട്ട് ജീവനെ മോഹിപ്പിക്കുകയാണ്. അപ്പൊ അർജുനൻ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്തുകൊണ്ടാണ് മനുഷ്യർ തെറ്റായ കർമ്മത്തിലേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തരം 38, 39, 40 ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമുക്ക് എത്ര നല്ല ഒരു ഗ്രന്ഥം അല്ലേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ആദ്യകാലത്തൊക്കെ 10-31 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് വന്നാലെങ്കിലും ഞാൻ നാമൊക്കെ ചെല്ലാറുണ്ട്, രാമായണമൊക്കെ വായിക്കാറുണ്ടെങ്കിൽ കൂടി ഈ ഗീത എനിക്ക് കിട്ടിയിട്ട് ഒരു 5 കൊല്ലാവണുള്ളൂ കേട്ടോ. അതും വേണ്ടേ പറയാ. അതിനുശേഷമാണ് ഗീത ഞാൻ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ തുടങ്ങിയത്. അതും വേണ്ടേ, ഗീത കയ്യിൽ കിട്ടണം. അതുവരെ ഞാൻ വാങ്ങിയിട്ടും കൂടിയില്ല എന്നുള്ളതാണ് സത്യം. ഗുരുവായൂർ ഭജനം ഇരിക്കാൻ പോയപ്പോ എന്റെ മടിയിൽ കൊണ്ടുവച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇനിയിപ്പോ ആദ്യം പുതിയതായിട്ട് കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോട്ടെ പറഞ്ഞിട്ട് പറയാ. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് 40ാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്ന് നിർത്താം. അപ്പൊ എല്ലാവരോടും ഒന്നും കൂടി പറയാനുള്ളത്, കുട്ടികളെ വഴിതെറ്റി പോകാതിരിക്കാൻ അമ്മമാര് വീടുകളിൽ നാമജപം ശീലമാക്കണം. 6 to 7 കുട്ടികളെ നാമം ജപിക്കാൻ പഠിപ്പിക്കണം. അമ്മ കൂടെ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കണം. ഇനിയും സമയം വൈകിയിട്ടില്ല. എല്ലാവർക്കും ശുഭദിനം.